അസ്സലാമു അലൈക്കും. റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹ്, എല്ലാ വർഷത്തെയും പോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൗഷാദ് ബാക്കവി അവർകൾ അൽബയാൻ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്കായി പറഞ്ഞു തരുന്നത് ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ ചരിത്രവും നോമ്പിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളും അതിനോടൊപ്പം തന്നെ അതാത് ദിവസം നോമ്പിൽ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദുആയും നമുക്ക് അൽബയാനിലൂടെ ഈ വർഷം നൗഷാദ് ഉസ്താദ് പറഞ്ഞു തരികയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ ഈ അൽബയാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, ഇത് കാണാൻ വേണ്ടി പരിശുദ്ധ റമളാനിൽ ഈ രാത്രിയിൽ കാത്തിരുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ, അവർക്കൊക്കെ റമളാൻ ഒരു അനുകൂലമായ സാക്ഷി പറയുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കണം തമ്പുരാനെ. അള്ളാഹുവെ, കറുത്തുപോയ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വെളുത്ത മനസ്സിൻ്റെ ചരിത്രമുത്തുകളെ കോർത്തിണക്കാൻ, അത് പഠിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയങ്കരായ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, റമളാനിൻ്റെ മധുരം നുകർന്നു തുടങ്ങിയ മനോഹരമായ നിമിഷത്തിൽ തറാവീഹിൻ്റെ സുഖവും രസവും ആത്മീയ അനുഭൂതിയും അനുഭവിച്ച ഈ നിമിഷത്തിൽ അൽ ബയാൻ എന്ന മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തു നിൽക്കുകയായിരുന്നു. ഇന്നലെ നാം ഒരു വളരെ ദയനീയമായ രംഗമാണ് കണ്ടത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമയ്യത്ത് എന്ന് പറയുന്ന അറേബ്യയിലെ വലിയ യജമാനൻ്റെ ഒട്ടകക്കൂട്ടങ്ങളുടെ ആടുകളുടെ ഇടയിൽ കിടന്ന് പിടഞ്ഞ് കരഞ്ഞ് രക്തച്ചുവപ്പ് പറ്റിയ മണ്ണിൽ കിടന്ന് കരയുന്ന രംഗമാണ് കണ്ടത്. നാളെ നേരം പുലർന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പുലർന്നാൽ വീണ്ടും എനിക്ക് ഇന്ന് കിട്ടിയതുപോലെ പ്രഹരം കിട്ടും. പൊരിവെയിലത്ത് ഈ ആടുമാടുകളെ കൊണ്ട് മരുഭൂമിയിൽ നടക്കണം. ചെറിയ തെറ്റു പറ്റിയാൽ പോലും അടി കിട്ടും. അടിമകൾ അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നാം കാണുന്ന പിരമിഡുകൾ, ലോകത്തിലെ അത്ഭുതമായി പിരമിഡുകളിൽ പോയി ഫോട്ടോ എടുക്കുന്നവർ, ഞാനും പോയിട്ടുണ്ട് പിരമിഡ് കാണാൻ. ആ പിരമിഡിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിരമിഡിൻ്റെ ഓരോ കല്ലിൽ ചവിട്ടി മുകളിൽ കയറി നിന്നുകൊണ്ട് ഫോട്ടോയ്ക്ക് ഭംഗി ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വിദേശികളും മലയാളികളുമായി പിരമിഡിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് കൗതുകത്തോടത് കാണുമ്പോൾ ആ പിരമിഡിൻ്റെ കല്ലുകൾ വിളിച്ചു പറയുന്ന ആയിരക്കണക്കിന് അടിമകളുടെ ചരിത്രം നമ്മൾ മറന്നുപോവുകയാണ്. ആ കല്ലുകൾ അടുക്കി വെച്ചത് അടിമകളായിരുന്നു. ആ കല്ലുകളിൽ ഒരുപാട് അടിമകളുടെ രക്തം പൊടിഞ്ഞു വീണിട്ടുണ്ട്. ആ കല്ലുകളിൽ ഒരുപാട് അടിമകളുടെ കണ്ണുനീർ തുള്ളികൾ വീണിട്ടുണ്ട്. പക്ഷേ അത് നിർമ്മിച്ച അടിമകളെ ആരും ഇന്ന് വാഴ്ത്തി പറയുന്നില്ല. അത് നിർമ്മിച്ച അടിമകളെ ആരും ഇന്ന് മദ്ഹ് പറയുന്നില്ല. അവരെ കയ്യും കാലും കെട്ടിയിട്ട് അവരെ നിർമ്മിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ഓരോ സമയത്തും അവർ വെള്ളം ചോദിക്കുമ്പോൾ അവരെ ഉപദ്രവിച്ചു, അവരെ കഷ്ടപ്പെടുത്തി. അവർക്ക് കൊടുത്ത ശിക്ഷയായിരുന്നു ഈ പിരമിഡുകൾ നിർമ്മിക്കുക എന്നത്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന താജ്മഹൽ നിർമ്മിച്ച ആളുകൾ ആരാണ്? നമ്മൾ അറിയുന്നത് ഷാജഹാൻ മുംതാസിനു വേണ്ടി നിർമ്മിച്ച താജ്മഹൽ എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള അത്ഭുതകരമായ ആ ഒരു ബിൽഡിങ്ങിനെ മാത്രമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കേൾക്കുന്ന തേങ്ങലുകൾ മുംതാസിൻ്റേതല്ല. അതിൻ്റെ അകത്തിരുന്ന് ഉയർന്നു കേൾക്കുന്ന പിന്നെ വീണ് പൊടിഞ്ഞ രക്തച്ചുവടുകൾ മുംതാസിൻ്റേതല്ല. അത് ഒരുപാട് അടിമപ്പട്ടാളത്തിലെ പാവങ്ങളുടെ, പാളയത്തിലെ പാവങ്ങളുടെ കഷ്ടപ്പാടും ത്യാഗങ്ങളുമാണ്. ഇങ്ങനെ ഓരോന്ന് ഏത് കൊട്ടാരത്തിൻ്റെ പിന്നിലും അടിമയുടെ കണ്ണീരിൻ്റെ കഥ പറയാനുണ്ട്. ഒരു കാലഘട്ടവും അടിമകൾക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ അടിച്ചും ഇടിച്ചും ഉപദ്രവിച്ചും രക്തച്ചൊരിച്ചിൽ നടത്തിയും അവരെ അടിമകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഉപ്പും ശർക്കരയും വാങ്ങുന്നത് പോലെ കമ്പോളത്തിൽ നിന്ന് അടിമകളെ വാങ്ങാൻ പറ്റിയിരുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്നാണ് ബിലാലിനെ വാങ്ങിയത്.
അവിടെ നിന്നാണ് ബിലാലിൻ്റെ വാപ്പയെ വാങ്ങിയത്, ബിലാലിനെയല്ല, ബിലാലിൻ്റെ വാപ്പയെ. അത് പറയുന്നുണ്ട്. പിന്നെ ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കറുത്ത ശരീരമായിരുന്നു. പട്ടികൾക്കുള്ള വില പോലും അന്ന് അറേബ്യൻ മണ്ണ് കറുത്ത ശരീരത്തിന് കൊടുത്തിരുന്നില്ല. ശരീരം കറുത്തത് അവരുടെ തെറ്റാണോ? ശരീരം വെളുത്തത് പിന്നെ അവരുടെ സൗഭാഗ്യമാണോ? ഒരിക്കലുമല്ല. അതൊക്കെ ഓരോ മനുഷ്യൻ്റെ ശരീരപ്രകൃതമാണ്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത് കറുത്ത് കരിവാളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ പാവപ്പെട്ട ബിലാലിനെ ആ അറേബ്യൻ മണ്ണിലെ ഒരു നായയ്ക്ക് കൊടുക്കുന്ന വില പോലും ബിലാലിന് കൊടുത്തിരുന്നില്ല. ബിലാൽ വിശന്ന് കരയുമ്പോൾ ബിലാലിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന നായക്ക് ഭക്ഷണം ഇട്ട് കൊടുത്താലും ബിലാലിന് കൊടുക്കില്ലായിരുന്നു. നായെ മടിയിൽ പിടിച്ചിരുത്തി കൊഞ്ചിക്കുമ്പോഴും ബിലാലിനെ ചാട്ടുമാറുകൊണ്ട് അടിക്കുമായിരുന്നു. നായ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴും ബിലാൽ പാതിരാത്രി തേങ്ങി 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 കരയുമായിരുന്നു. ഈ ബിലാലിനെ എങ്ങനെയാണ് ഉമയ്യത്തിന് കിട്ടിയത്? ഈ ബിലാലിനെ എങ്ങനെയാണ് ഉമയ്യത്തിന് കിട്ടിയത്? ബിലാലിൻ്റെ ഉപ്പ ഉമയ്യത്തിൻ്റെ അടിമയായിരുന്നു. ബിലാലിൻ്റെ ഉപ്പയെ അടിമപ്പാളയത്തിൽ നിന്ന് ഉമയ്യത്ത് വാങ്ങിക്കൊണ്ടുവന്നതാണ് പണം കൊടുത്തിട്ട്. ബിലാലിൻ്റെ ഉപ്പ കറുത്തവനായിരുന്നു, കാണാൻ കൊള്ളരുതാത്തവനായിരുന്നു, ആരും മൈൻഡ് ചെയ്യാതെ ആരും പരിഗണിക്കാതെ ഇട്ടിരുന്നവനായിരുന്നു. ആ പാവപ്പെട്ട ബിലാലിൻ്റെ ഉപ്പയെ ഉമയ്യത്ത് അടിമപ്പാളയത്തിൽ കൊണ്ടുവന്ന് പണിയെടുത്തു. അവിടെ തന്നെ പണിയെടുത്തുകൊണ്ടിരുന്ന മറ്റൊരു അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. അതിൽ ഉണ്ടായ കുട്ടിയാണ് കറുത്തവനായ ബിലാൽ. ബിലാൽ സ്വതന്ത്രനല്ല. അടിമപ്പാളയത്തിൽ ജനിച്ച ബിലാൽ എങ്ങനെയാണ് സ്വതന്ത്രനാവുന്നത്? അവനും വാപ്പയെപ്പോലെ അടിമയായി, അവരെപ്പോലെ പണി ചെയ്തു. അവരൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ബിലാൽ എന്ന് പറയുന്ന കറുത്ത ശരീരമായി ഉമയ്യത്തിൻ്റെ ആകെ പ്രതീക്ഷ. ഇനി മുഴുവനും കണ്ണുനീരിൻ്റെ ചരിത്രങ്ങളാണ്. ബിലാലിൻ്റെ കഥനത്തിൻ്റെ, ബിലാലിൻ്റെ തേങ്ങലിൻ്റെ, ബിലാലിൻ്റെ വിങ്ങലിൻ്റെ ചരിത്രങ്ങളാണ് അൽബയാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സർവശക്തനായ അള്ളാഹു ആ ചരിത്രത്തിലും എഴുന്നേറ്റ് നിൽക്കാൻ ബിലാലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശക്തി ഈമാനാണ്. ഈ റമദാനിലൂടെ ആ ഈമാൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ചരിത്രം നിങ്ങളോട് പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. റമദാനിൽ ഒരാൾക്ക് രാത്രി വലിയ അശുദ്ധി ഉണ്ടായാൽ അത്താഴ സമയത്ത് തന്നെ കുളിച്ച് ശുദ്ധിയാകണം എന്നുണ്ടോ? റമദാനിലെ രാത്രികളിൽ അങ്ങനെയുള്ള ബന്ധത്തിന് വല്ല വിലക്കുമുണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് ഷമീന വഹാബാണ്, കൊട്ടാരക്കരയിൽ. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ഇസ്ലാം ഒരു വിലക്കും നിങ്ങൾക്ക് തരുന്നില്ല. നോമ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ വ്യക്തമായി ഇസ്ലാം പറയുന്നുണ്ട്. അയാൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും വരാതിരിക്കുക, തടിയുള്ള വസ്തുക്കൾ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് കടക്കാതിരിക്കുക, വ്യഭിചാരം പോലെയുള്ള അല്ലെങ്കിൽ ശാരീരിക ബന്ധം പോലെയുള്ള അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം പോലെയുള്ള സാധാരണ ഇണകൾ തമ്മിലുണ്ടാകുന്ന ചേരൽ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക എന്നതൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഇയാൾ ചോദിച്ചിരിക്കുന്നത് റമദാനിൻ്റെ രാത്രിയിലാണ്. രാത്രിയിൽ റമദാനിൽ നോമ്പില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുകയും ഇയാൾക്ക് അശുദ്ധി ഉണ്ടാവുകയും ചെയ്താൽ സുബഹിക്ക് മുമ്പ് തന്നെ കുളിച്ചു ശുദ്ധിയായെങ്കിൽ മാത്രമേ നോമ്പ് കിട്ടുള്ളൂ എന്നാണ്. ഒരിക്കലും അങ്ങനെയില്ല. അയാൾ സുബഹി കഴിഞ്ഞിട്ട് കുളിച്ചു കഴിഞ്ഞാലും ഇയാൾക്ക് ആ നോമ്പിൽ തന്നെയാണ്. ഇയാളുടെ നിയ്യത്ത് പ്രകാരം, ഇയാൾ തലേ ദിവസം വെച്ച നിയ്യത്ത്, നാളത്തെ നോമ്പ് എന്ന നിയ്യത്ത് പ്രകാരം ഇയാൾ നോമ്പിൽ തന്നെയാണ്. അയാളുടെ നോമ്പിനെ ആ ഒരു അശുദ്ധി ഒരിക്കലും ബാധിക്കുകയില്ല. പക്ഷേ അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നത്, പരിശുദ്ധ റമദാൻ എന്ന പവിത്രമായ ഒരു വലിയ മാസത്തിൽ സുബഹി നമസ്കാരം അയാൾക്ക് നഷ്ടപ്പെടുക എന്ന, അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠമായ സമയത്തെ അയാൾ അശുദ്ധി കൊണ്ട് നഷ്ടപ്പെടുത്തു കളഞ്ഞു എന്ന ഒരു വലിയ തെറ്റിലേക്ക് ആ മനുഷ്യനെത്തുകയാണ്. അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് തന്നെ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി ആ നമസ്കാരത്തിന് വേണ്ടി നിൽക്കണം എന്നതാണ്. ഇനി ഒരു പക്ഷേ അയാൾ ഉറങ്ങിപ്പോയതാണ്, അത് എഴുന്നേറ്റപ്പോൾ 7 മണി കഴിഞ്ഞു, എൻ്റെ നോമ്പിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ആശങ്ക വേണ്ട. നോമ്പിന് യാതൊരു കാരണവശാലും അയാളുടെ തലേ രാത്രിയിൽ അശുദ്ധി കൊണ്ട് നോമ്പിന് യാതൊരുവിധ തകരാറും സംഭവിക്കുകയില്ല. പക്ഷേ അയാൾ തൗബ ചെയ്ത് ദുആ ചെയ്ത് കണ്ണീരോടെ മടങ്ങി പെട്ടെന്ന് തന്നെ സുബഹി നിസ്കാരം നിർവഹിച്ച് അള്ളാഹുലേക്ക് ദ്വാരെന്ന് മടങ്ങണം. ഏതായാലും റമദാനിൽ ഇത്തരം വിഷയങ്ങൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കുറച്ചുകൂടി ഒന്ന്
ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് കിട്ടുന്ന വളരെ ശ്രേഷ്ഠമായ വിശുദ്ധ റമദാനിൻ്റെ നിമിഷങ്ങളെ, ഒന്നിന് 70 കൂലി കിട്ടുന്ന, ഇരട്ടിക്കിരട്ടി പ്രതിഫലം കിട്ടുന്ന, പർവ്വത സമാനമായ നന്മകളെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ രാവിനെയും പകലിനെയും നമ്മൾ വെറും നിസാരമായിട്ട് കളിതമാശകൾക്ക് വേണ്ടിയോ നമ്മുടെ സുഖരസങ്ങൾക്ക് വേണ്ടിയോ മാറ്റിക്കളയാതെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് പൊരുത്തത്തിലേക്ക് വരാൻ ഒന്നുകൂടി ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നോമ്പും പിടിച്ച് ഒരു ദീർഘദൂര യാത്ര പോയി. യാത്രയിൽ അങ്ങോളം ഇങ്ങോളം ഛർദ്ദിച്ചു. എല്ലാവരും പറഞ്ഞു നോമ്പ് മുറിഞ്ഞുവെന്ന്. പക്ഷേ ഞാൻ നോമ്പുകാരനായി തന്നെ മഗ്രിബ് വരെ എത്തിച്ചു. ആ ഛർദി കൊണ്ട് എൻ്റെ നോമ്പ് ബാത്തിലാകുമോ? ഈ ലെറ്റർ അയച്ച് ചോദിച്ചിരിക്കുന്നത് മുജീബ് റഹ്മാനാണ്, കുണ്ടറ നിന്നും. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കറിയാം, എല്ലാവരും അൽ ജവാബും അൽ ബയാനും ഒന്നും കാണുന്നവരല്ല. എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കിട്ടുന്ന അറിവുകൾ, നിങ്ങൾക്ക് എത്ര അറിവുകളാണ് കിട്ടുക? നിങ്ങളിപ്പോൾ റമദാനിൻ്റെ രാത്രിയിൽ ഓരോ ദിവസം 10ഓ 15ഓ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 8ഓ 9ഓ ക്വസ്റ്റ്യൻ നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ജവാബ് പറയുമ്പോൾ, മറുപടി പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നു. പക്ഷേ ഈ നമ്മൾ പൊതുവിൽ ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ ഇന്നലെ ഇങ്ങനെ സംഭവിച്ചു പോയി, ഇന്നലെ ഞാൻ അവിടെ പോയി, ഇന്നലെ ഞാൻ അത് കഴിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, നിൻ്റെ നോമ്പ് ഏതായാലും നഷ്ടപ്പെട്ടു പോയി, നിൻ്റെ നോമ്പ് ഏതായാലും മുറിഞ്ഞു പോയി എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും തുടങ്ങി. പരിശുദ്ധ റമദാനിൽ അള്ളാഹു നമ്മുടെ ആയുസ്സിൽ ഇട്ട് തന്ന വലിയ ഒരു തൗഫീഖിനെ നമ്മളായിട്ട് ഇല്ലാതാക്കി കളയരുത്. ദീർഘദൂരം യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് അള്ളാഹു ഒന്ന് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ദീർഘദൂരം യാത്ര, ഒരു നമസ്കാരത്തിൽ ഒരു മനുഷ്യൻ ഖസ്റും ജമ്മുമാക്കുക എന്ന രീതിയിൽ പറയുന്ന ദൂരമുള്ള യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല. പക്ഷേ റമദാനിൽ നമ്മൾ അത്തരം യാത്രകൾ നിയന്ത്രിക്കണമെന്നത് മറ്റൊരു ഭാഗം. പക്ഷേ അങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഏതായാലും എന്നെക്കൊണ്ട് കഴിയും, എൻ്റെ ആരോഗ്യത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുറപ്പിച്ചിട്ട് മനുഷ്യർ നോമ്പ് പിടിക്കലാണ് വേണ്ടത്. കാരണം യാത്ര ചെയ്യാത്തവരിന്നില്ല. ഇന്ന് യാത്രയ്ക്ക് നല്ല സുഖകരമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. 100-400 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിലും ശരീരത്തിന് ക്ഷീണമില്ലാത്ത തരത്തിൽ പോയി വരാനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഇതിനെ നിങ്ങൾ കൂട്ടിയിഴയ്ക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്തു പോകുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ അമിതമായി ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കൂടുതൽ ഛർദ്ദിക്കും, ചിലപ്പോൾ കുറച്ച് ഛർദ്ദിക്കും. യാത്രയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ചില ശരീരത്തിന് ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയില്ല. പക്ഷെ അങ്ങനെ നിരന്തരം നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയല്ലാതെയാണ് ഛർദ്ദിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് നോമ്പിനെ ബാധിക്കുകയില്ല. അത് എത്ര തന്നെ കൂടിപ്പോയാലും 1, 2, 10, 20 പ്രാവശ്യം ഛർദ്ദിച്ചാലും ശരി, അത് നോമ്പിനെ ബാധിക്കുകയില്ല. എന്നാൽ ഒരു മനുഷ്യൻ വെറുതെ വണ്ടിക്കകത്തിരുന്ന് കൈ വാക്കിയകത്ത് കയറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാക്കിയകത്തോ മറ്റോ ഒക്കെ കുത്തിയിറക്കിയതിന് ശേഷം മനഃപൂർവ്വം അയാൾ ഉണ്ടാക്കി ഛർദ്ദിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ നോമ്പ് അതുകൊണ്ട് ബാത്തിലാകുന്നതാണ്. അല്ലാതെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഛർദി, നമ്മളായിട്ട് ഒരു വിക്രിയകളും കാണിക്കാതെ നടക്കുന്ന ഛർദി കൊണ്ട് നമ്മുടെ നോമ്പിന് ഒരിക്കലും തകരാറ് സംഭവിക്കുകയില്ല. അത് ആളുകളല്ല, നിങ്ങളുടെ നോമ്പ് മുറിഞ്ഞോ ബാത്തിലായോ ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആളുകളല്ല. അള്ളാഹു പറഞ്ഞത് അസൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് കൂലി തരുന്നത് ഞാനാണ് എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രതിഫലം നിശ്ചയിക്കുന്നത് പടച്ചോനാണ്. നമ്മൾ അത്രത്തോളം സൂക്ഷ്മതയിൽ അത് കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം നമുക്ക് അള്ളാഹു തരും. നമ്മുടെ നോമ്പിൻ്റെ എല്ലാം കൂലി പൂർണ്ണമായും പടച്ചോൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മഴക്കാറുള്ള ഒരു ദിവസം കരണ്ടും ഇല്ലായിരുന്നു. ഏകദേശം അസ്തമിച്ചു എന്ന് ഉറപ്പായി ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറന്നു. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് സമയം ആയില്ലായിരുന്നു എന്ന്. എന്നാൽ എന്താണ് ചെയ്യുക? മനഃപൂർവ്വമായിരുന്നില്ലല്ലോ ഞങ്ങളുടെ ഈ പ്രവൃത്തി. ഈ ലെറ്റർ അയച്ച് ചോദിച്ചിരിക്കുന്നത് ഷൈനി മുഹമ്മദാണ്, പുതുക്കാട് നിന്നും. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പള്ളികളുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് ബാങ്ക് കേൾക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ചില പ്രദേശങ്ങളിലൊക്കെ മഴ മാനത്ത് കണ്ടാൽ തന്നെ കറണ്ട് പോവാണ്. പിന്നെ അവിടെ ഇരുട്ടായി, പിന്നെ വെളിച്ചമില്ല, മെഴുകുതിരി മാത്രമായി. അപ്പോൾ റമദാനിൽ സ്വാഭാവികം ഒട്ടുമിക്ക ദിവസങ്ങളിലും പകൽ സമയത്തൊക്കെ കറണ്ട് ഉണ്ടാവുമെങ്കിലും ഒരു 6:30 മണിക്ക് കറണ്ട് പോയാൽ പിന്നെ 7:30 മണിക്കാണ് വരിക.
ആ 1 മണിക്കൂറിനിടയിൽ സൂര്യാസ്തമയം കഴിഞ്ഞു, മഗ്‌രിബിൻ്റെ നമസ്കാരത്തിന് ടൈം കഴിഞ്ഞു, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നോമ്പ് തുറക്കുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇരുളിങ്ങനെ മൂടിക്കിടക്കുന്ന സമയത്ത് ഒന്നും അറിയാൻ കഴിയുന്നില്ല, ബാങ്ക് ഒരു സ്ഥലത്തുനിന്നും കേൾക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സ്വാഭാവികം നമുക്ക് ചോദിക്കാം, നമ്മുടെ വാച്ചിൽ നോക്കിയാൽ നമുക്ക് സമയം അറിയാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാം. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു വീട്ടിലെ ഒരാൾ വാച്ചിൽ 6:30 മണിയായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ വാച്ചിൽ ചിലപ്പോൾ 6:20 ആയിട്ടുണ്ടാവും. മറ്റൊരാളുടെ വാച്ചിൽ അതേ സമയത്ത് തന്നെ ചിലപ്പോൾ 6:10 ആയിട്ടുണ്ടാവുള്ളൂ. അതേ ടൈമിൽ നമ്മുടെ വീട്ടിലെ കളിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിൽ ചിലപ്പോൾ 6:45 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആകെ മൊത്തം നമുക്ക് എന്താവും, ആശങ്കയുണ്ടാകും. പടച്ചവനെ ഇത് എന്തായി, എപ്പോഴായി, ഒന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഐക്യകണ്ഠേന തീരുമാനമെടുത്തു, ഏതായാലും മഗ്‌രിബിൻ്റെ ബാങ്കിന് സമയമായിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മൾ നോമ്പ് തുറന്നു, ഭക്ഷണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബാങ്ക് കേൾക്കുന്നത്. കൃത്യ ടൈമിൽ അപ്പോൾ കറണ്ടൊക്കെ വന്നു. ആ സമയത്താണ് ബാങ്ക് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ നോമ്പിനെ നമ്മൾ ഖളാ വിട്ടുപിടിക്കണം. പക്ഷെ നമുക്ക് പ്രതിഫലം കുറയില്ല. കാരണം നമ്മൾ മനഃപൂർവ്വം നോമ്പിനെ നശിപ്പിച്ച് കളഞ്ഞതല്ല, നമ്മൾ അറിയാതെ സംഭവിച്ചു പോയതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് പിന്നീട് ഈ നോമ്പിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഖളാ വിട്ടുപിടിച്ചാൽ മതി. അതിൻ്റെ കൂലി നമുക്ക് അള്ളാഹു തരുന്നതാണ്. മാജിദ യൂനിസ് കൊടുങ്ങല്ലൂരിൽ നിന്നും അയച്ച ലെറ്ററാണ്. ഉമിനീര് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറിയില്ലല്ലോ. എന്നാൽ നാം ചവയ്ക്കുന്ന വെറ്റില, അതിൻ്റെ ചാർ ഉമിനീര് പോലെ തന്നെ കട്ടി കുറവാണ്. അത് അല്പം ഇറങ്ങിയാൽ നോമ്പ് മുറിയുമോ? സാധാരണ നമ്മുടെ വായ്ക്കകത്തുള്ള ഉമിനീര് അകത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ നോമ്പ് മുറിയുകയില്ല. എന്നാൽ ആ ഉമിനീരിനോടൊപ്പം എന്തെങ്കിലും കലർന്നിട്ട് അകത്തേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അത് നോമ്പ് മുറിയുന്നതാണ്. അത് നമ്മുടെ വായ്ക്കകത്ത് വരുന്ന കഫമാവട്ടെ, നമ്മുടെ ഉമിനീരിനോടൊപ്പം നാം ചവച്ച എന്തെങ്കിലും വസ്തുവിൻ്റെ കട്ടിയുള്ള നീരാകട്ടെ, ഇപ്പോൾ വെറ്റിലയുടെ നീര് ചുമപ്പ് കലർന്നത് നമ്മുടെ ഉമിനീരിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നോമ്പിനെ നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ നോമ്പ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ എടുത്ത് വാക്യകത്തിട്ട് ചവയ്ക്കുക, വഴിയിൽ കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ വെറുതെ കമ്പോ കുണിയോ ഒക്കെ എടുത്ത് വാക്യകത്തിട്ട് ഒരു തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ കടിച്ചിരിക്കുക. നോമ്പുകാരൻ അതിലൊന്നും ഇടപെടാൻ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതകത്തേക്ക് പോയാൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. കട്ടിയുള്ള ഉമിനീര് പോലും അകത്തേക്ക് ഇറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വെറ്റില പോലെയുള്ള വസ്തുക്കളുടെ നീര് ഉമിനീരുമായി കലർന്ന ചാറ് അകത്തേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുന്നതാണ്. എല്ലാവരും വളരെ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക. അൽഹംദുലില്ലാ, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട നിങ്ങളയച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അൽ ബയാനിലൂടെ ഓരോ ദിവസവും തരുന്നുണ്ട്. അൽ ജവാബ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ്. അപ്പോൾ ചോദ്യങ്ങൾ പരിമിതമായിട്ടെടുത്ത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അൽ ബയാൻ വിശാലമാണ്. ധാരാളം കത്തുകൾ നിങ്ങൾ അയക്കണം. ഓരോ അൽ ബയാനിലൂടെയും 7ഉം 8ഉം ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 10-30 ദിവസമാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റമളാനുമായും അല്ലാതെയും നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൻ്റെ രണ്ടാമത്തെ തറാവീഹിൻ്റെ കൂലി നിങ്ങൾക്കറിയണ്ടേ? റമളാനിൻ്റെ രണ്ടാമത്തെ തറാവീഹിൻ്റെ കൂലി എന്ന് പറയുന്നത് അവനും അവൻ്റെ മാതാപിതാക്കൾക്കും 20ാമത്തെ റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുന്നതോടുകൂടി അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന ഒരു വലിയ അടയാളം അള്ളാഹു കൊടുക്കുകയാണ്. അവനും അവൻ്റെ മാതാപിതാക്കൾക്കും. അവന് മാത്രമല്ല, ഇപ്പം ഞാനാണ് റമളാനിൻ്റെ രണ്ടാമത്തെ തറാവീഹ് പൂർണ്ണമായി നിസ്കരിക്കുന്നതെങ്കിൽ എനിക്കും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു പുറത്തു തരികയാണ്. അള്ളാഹു ആ രീതിയിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. ഇനി അടുത്തത് ദിക്റിൻ്റെ നേട്ടം. ഇന്നലെ നാം പറഞ്ഞു പിശാച് അകന്നു പോകുമെന്ന്. എന്നാൽ ദിക്റിൻ്റെ രണ്ടാമത്തെ നേട്ടം ശരിക്ക് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ നിരന്തരം ചൊല്ലിയാൽ കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകുമെന്നാണ്. നമ്മൾ കുറച്ച് ദിക്ർ ചൊല്ലിയാൽ അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവും. ഒരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക, റമളാൻ ഇന്ന് 2ആയി. റമളാൻ തീരുമ്പോൾ ഞാൻ 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, 1,00,000 സുബ്ഹാനല്ലാഹ് ചൊല്ലും. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്കുണ്ടാവും. നമ്മളെന്തിന് അലസരാകുന്നു? നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുണ്യ സമയങ്ങൾ അള്ളാഹു തന്നത്. പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൻ്റെ രണ്ടാമത്തെ ദിവസം രാവും പകലും നമ്മുടെ നാവിൽ തത്തിക്കളിക്കേണ്ടുന്ന ദുആ, അതാണ് പറയാൻ പോകുന്നത്. എല്ലാവരും എഴുതിയെടുക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ഖർരിബ്നി ഇലാ മർളാതിക വജന്നിബ്നി മിൻ സുഖ്തിക, അല്ലാഹുമ്മ ഖർരിബ്നി ഇലാ മർളാതിക വജന്നിബ്നി മിൻ സുഖ്തിക, അല്ലാഹുമ്മ ഖർരിബ്നി ഇലാ മർളാതിക
വജന്നിബ്നി മിൻ സുഹ്തിക, അല്ലാഹുമ്മ അല്ലാഹുവേ, ഖരിബ്നി എന്നെ നീ അടുപ്പിക്കണമേ, ഇലാ മർലാത്തിക നിൻ്റെ തൃപ്തിയിലേക്ക് നീ എന്നെ അടുപ്പിക്കണമേ, വജന്നിബ്നി എന്നെ നീ അകറ്റണമേ, എന്നെ നീ വിദൂരത്താക്കണമേ, മിൻ സുഹ്തിക നിൻ്റെ കോപത്തിൽ നിന്ന് വിദൂരമാക്കണം. നിൻ്റെ തൃപ്തിയിലേക്ക് എന്നെ അടുപ്പിക്കണം, നിൻ്റെ കോപത്തിൽ നിന്ന് എന്നെ വിദൂരമാക്കണം. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. ഈ ദുആയൊക്കെ കൃത്യമായി ചൊല്ലുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ബയാൻ, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുളം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. എല്ലാവരും ദുആ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ. എനിക്കും ഈ പ്രോഗ്രാമിൽ കൂടെ സഹകരിക്കുന്നവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയത്ത് മഹാനായ സയ്യിദുന ബിലാൽ മുഅദ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം മുതൽ അവിടെ നിന്ന് അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ, കണ്ണീരിൻ്റെ, ഗദ്ഗതത്തിൻ്റെ കഥകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിരുമു